ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സസ്പെൻഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതിലെ ഫങ്ഷൻസ്, സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ടൈപ്സ് എന്നിവയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത് റോഡ് ഷോക്കുകളിൽ നിന്നും വെഹിക്കിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വെഹിക്കിൾസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളെയും ഒന്നിച്ച് പറയുന്ന പേരാണ് സസ്പെൻഷൻ സിസ്റ്റം. വെഹിക്കിളിൻ്റെ ചേസിസിനും ആക്സിലിനും ഇടയ്ക്കാണ് സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ പൊസിഷൻ. വ്യത്യസ്ത തരത്തിലുള്ള സ്പ്രിങ്ങുകളും മൗണ്ടിങ്ങുകളുമാണ് ഇതിലെ ഭാഗങ്ങൾ. അടുത്തതായിട്ട് സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതിലാദ്യത്തെയാണ് ഓട്ടോമൊബൈൽ ഉപയോഗിക്കുന്ന സസ്പെൻഷൻ സിസ്റ്റം ഡൈനാമിക് കണ്ടീഷനിൽ, അതായത് വെഹിക്കിള് ഹൈ സ്പീഡിൽ സഞ്ചരിക്കുമ്പോൾ, വെഹിക്കിള് ടേൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രേക്കിംഗ് സമയത്ത് വെഹിക്കിളിന് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ. അടുത്ത ഫങ്ഷനാണ് വാഹനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് റോഡ് ഷോക്കുകൾ ട്രാൻസ്ഫർ ചെയ്യാതെ തടയുക. അടുത്ത ഫങ്ഷനാണ് പാസഞ്ചേഴ്സിനെയും ഗുഡ്സിനെയും റോഡ് ഷോക്കിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുമാണ് സസ്പെൻഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്. അടുത്ത പോയിന്റാണ് പിച്ചിങ്, റോളിംഗ്, ബൗൺസിങ് എന്നീ ചലനങ്ങളിൽ നിന്നും വാഹനത്തിന് സ്റ്റെബിലിറ്റി നൽകുക എന്നതും സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനാണ്. ഒരു സസ്പെൻഷൻ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് താഴെ പറയുന്നത്. പിച്ചിങ്, റോളിംഗ്, ബൗൺസിങ്. ഇത് വാഹനത്തിൻ്റെ സസ്പെൻഷൻ സിസ്റ്റത്തിൽ അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട ചലനങ്ങളാണ്. അതിലൊന്നാമത്തെയാണ് ബൗൺസിങ്. അപ്പോൾ ബൗൺസിങ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വെഹിക്കിളിൻ്റെ മൊത്തത്തിലുള്ള മോഷനാണ് ബൗൺസിങ്. പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വെഹിക്കിളിൻ്റെ മൊത്തത്തിലുള്ള മോഷനാണ് ബൗൺസിങ്, ഈ ഒരു ഡയറക്ഷൻ. അടുത്തതാണ് പിച്ചിങ്. റോഡിന് പാരലായിട്ട് ട്രാൻസ്വേഴ്സ് ആക്സിസ് കേന്ദ്രീകരിച്ച് വെഹിക്കിളിനുണ്ടാവുന്ന റോക്കിംഗ് ചെയർ ആക്ഷനെയാണ് പിച്ചിങ് എന്ന് പറയുന്നത്. അപ്പം റോക്കിംഗ് ചെയർ എന്ന് പറഞ്ഞാൽ, റോക്കിംഗ് ചെയറിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ മുമ്പോട്ടും പുറമോട്ടുമുള്ള വെഹിക്കിളിൻ്റെ മോഷനെയാണ് പിച്ചിങ് എന്ന് പറയുന്നത്. അടുത്താണ് റോളിംഗ്. വളവ് തിരിയുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ലോഞ്ചിറ്റ്യൂണൽ ആക്സിസ് കേന്ദ്രീകരിച്ച് വാഹനം പുറത്തേക്ക് തെറിക്കുവാനുള്ള ടെൻഡൻസി കാണിക്കുന്നു. ഇതിനെയാണ് റോളിംഗ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് സ്പ്രങ് വെയിറ്റും അൺസ്പ്രങ് വെയിറ്റും. അപ്പം സ്പ്രങ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന വെയിറ്റ് എന്നാണ് അർത്ഥം. അതിൽ ഫ്രെയിം, ബോഡി, എൻജിൻ, ട്രാൻസ്മിഷൻ സിസ്റ്റം എന്നിവയൊക്കെയാണ് സസ്പെൻഷൻ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന വെയിറ്റുകൾ. അപ്പോൾ ഈ വെയിറ്റുകളെയൊക്കെയാണ് സ്പ്രങ് വെയിറ്റ് എന്ന് പറയുന്നത്. അടുത്താണ് അൺസ്പ്രങ് വെയിറ്റ്. അപ്പം സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെയും റോഡ് സർഫസിൻ്റെയും ഇടയിലുള്ള കമ്പോണൻസിൻ്റെ വെയിറ്റിനെയാണ് അൺസ്പ്രങ് വെയിറ്റ് എന്ന് പറയുന്നത്. അതിൽ റിയർ ആക്സിൽ അസംബ്ലി, സ്റ്റിയറിംഗ് നക്കിള്, ഫ്രണ്ട് ആക്സിൽ, വീൽസ്, ടയേഴ്സ്, ബ്രേക്സ് എന്നിവയുടെയൊക്കെ വെയിറ്റിനെയാണ് അൺസ്പ്രങ് വെയിറ്റ് എന്ന് പറയുന്നത്. ഒരു കംഫർട്ട് റൈഡിന് അൺസ്പ്രങ് വെയിറ്റ് മിനിമം ആയിരിക്കണം. അതായത് സ്പ്രങ് വെയിറ്റ് കൂടുതലും അൺസ്പ്രങ് വെയിറ്റ് കുറവും. അങ്ങനെ സ്പ്രങ് വെയിറ്റിന് അൺസ്പ്രങ് വെയിറ്റിനെ താഴേക്ക് പുഷ് ചെയ്യാൻ കഴിയും. അതുമൂലം വെഹിക്കിള് മൂവ് ചെയ്യുമ്പോൾ വീലുകളും റോഡുകളും തമ്മിൽ കൂടുതൽ ഗ്രിപ്പ് ലഭിക്കുന്നു. അടുത്തായിട്ട് നമ്മളൊരു വീഡിയോ കണ്ടു നോക്കാം. ഈ വീഡിയോയിൽ അൺസ്പ്രങ് വെയിറ്റ് കൂടുതലുള്ളതിൻ്റെയും അൺസ്പ്രങ് വെയിറ്റ് കുറവുള്ളതിൻ്റെയും ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും.
ഇപ്പം ഇവിടെ വീല് ബമ്പ് പാസ് ചെയ്യുമ്പോൾ അൺസ്പ്രങ്ക് വെയിറ്റ് കൂടുതലുള്ള വെഹിക്കിള് റോഡ് സർഫസുമായിട്ട് കോണ്ടാക്ട് വരാൻ കുറച്ച് സമയമെടുക്കുന്നു. ഇതാണ് ആ ഫിഗർ, ആ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീല് റോഡ് സർഫസുമായിട്ട് കോണ്ടാക്ട് വരാൻ കുറച്ച് സമയം എടുക്കുന്നു. എന്നാൽ ഈ വീല് പെട്ടെന്ന് തന്നെയാണ് റോഡ് സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത്. ഇത് അൺസ്പ്രങ്ക് വെയിറ്റ് കുറവുള്ള വെഹിക്കിളും ഇത് അൺസ്പ്രങ്ക് വെയിറ്റും കൂടുതലുള്ള വെഹിക്കിളുമാണ്. അങ്ങനെ റോഡ് സർഫസും വീലും തമ്മിൽ കോൺസ്റ്റന്റായി ഗ്രിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നു. അങ്ങനെ ഹാൻഡ്ലിംഗ് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് മെയിൻ കമ്പോണൻസ് ഓഫ് സസ്പെൻഷൻ സിസ്റ്റം. ഒരു സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ മെയിൻ കമ്പോണൻസ് ആണ് താഴെ പറയുന്നത്. ഒന്ന് സ്റ്റിയറിംഗ് നക്കിൾ, കൺട്രോൾ ആം, ബോൾ ജോയിന്റ്, സസ്പെൻഷൻ സ്പ്രിങ്, സ്വേ ബാർ, ഡാമ്പേഴ്സ്. അതിൽ ആദ്യത്തെ പാർട്ടാണ് സ്റ്റിയറിംഗ് നക്കിൾ. അപ്പം സ്റ്റിയറിംഗ് നക്കിൾ എന്ന പാർട്ടിലാണ് വീൽ ഹബും ബെയറിംഗ് അസംബ്ലിയും സ്പിൻഡിലും സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇത് സസ്പെൻഷൻ സിസ്റ്റവുമായിട്ടും സ്റ്റിയറിംഗ് കമ്പോണൻസുമായിട്ടുമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റിയറിംഗ് നക്കിളാണ് ബോൾ ബെയറിംഗ്, ടൈറോയ്ഡ് മൗണ്ടിംഗ്, ലോവർ ആം, അപ്പർ ആം, ബ്രേക്ക് കാലിപ്പർ മൗണ്ടിംഗ് എന്നീ കമ്പോണൻസ് എല്ലാം മൗണ്ട് ചെയ്ത് വെക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് കൺട്രോൾ ആം. ഈ കൺട്രോൾ ആം ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണ് നൽകുന്നത്. ഇവിടെ നമുക്ക് കൺട്രോൾ ആമിൽ കുറച്ച് ബുഷസ് കാണാം. ഈ കാണുന്നതൊക്കെയാണ് ബുഷസ്. അതിൽ ഇത് സോഫ്റ്റ്വെയർ ബുഷാണ്, ഇത് സ്റ്റിഫർ ബുഷും. ഈ ബുഷസ് കൊടുത്തിരിക്കുന്നത് വൈബ്രേഷൻ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബുഷസിന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പാസഞ്ചേഴ്സിന് ഒരു കംഫർട്ട് റൈഡ് പ്രൊവൈഡ് ചെയ്യുന്നു. സാധാരണയായിട്ട് അപ്പർ ആം, ലോവർ ആം എന്നീ രണ്ട് ടൈപ്പ് കൺട്രോൾ ആമുകളാണ് ഉള്ളത്. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ബോൾ ജോയിൻസ്. ഇപ്പം ബോൾ ജോയിൻസ് സ്റ്റിയറിംഗ് നക്കിളിനെയും കൺട്രോൾ ആമിനെയും കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഒരു വിഷ്ബോൺ ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റം ഉള്ള വെഹിക്കിൾസിൽ സാധാരണയായി രണ്ട് സൈഡിലായിട്ട് 4 ബോൾ ജോയിന്റ് ആണുള്ളത്. 2 അപ്പർ ബോൾ ജോയിന്റും 2 ലോവർ ബോൾ ജോയിന്റും. എന്നാൽ ഒരു മാക്പേഴ്സൺ സ്ട്രട്ട് ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റത്തിൽ 2 സൈഡിലായിട്ട് 2 ബോൾ ജോയിന്റ് മാത്രമാണ് ഉള്ളത്. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് സസ്പെൻഷൻ സ്പ്രിങ്. ഇപ്പം സസ്പെൻഷൻ സ്പ്രിങ് 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ലീഫ് സ്പ്രിങ്, കോയിൽ സ്പ്രിങ്, ടോർഷൻ ബാർ, റബ്ബർ സ്പ്രിങ്. അതിൽ ആദ്യത്തെ ടൈപ്പാണ് ലീഫ് സ്പ്രിങ്. സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിങ്ങുകളാണ് വാഹനങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ ഡിഫറൻറ്റ് ലെങ്തിലുള്ള ഒന്നിലധികം ലീഫുകൾ ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും വലിയ ലീഫിനെ മാസ്റ്റർ ലീഫ് അല്ലെങ്കിൽ മെയിൻ ലീഫ് എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള ലീഫുകളെ ഗ്രാജുവേറ്റഡ് ലീഫ് എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ ലീഫായ മാസ്റ്റർ ലീഫ് അല്ലെങ്കിൽ മെയിൻ ലീഫിന്റെ 2 അറ്റവും റോൾ ചെയ്ത് സ്പ്രിംഗ് ഐ ഫോം ചെയ്യുന്നു. ഈ സ്പ്രിംഗ് ഐ ഉപയോഗിച്ചാണ് സ്പ്രിങ്ങിനെ വെഹിക്കിളിന്റെ ഫ്രെയിമിൽ മൗണ്ട് ചെയ്ത് വെക്കുന്നത്. ഹെവി വെഹിക്കിൾസിൽ സ്പ്രിംഗ് ഐയിൽ ഫോസ്ഫറസ് ബ്രോൺസ് ബുഷാണ് ഉപയോഗിക്കുന്നത്. ഈ ലീഫിനെ എല്ലാം സെൻട്രൽ ബോൾട്ട് ഉപയോഗിച്ചാണ് ഉറപ്പിക്കുന്നത്. ഓരോ ഇന്റർവെല്ലും റീബോണ്ട് ക്ലിപ്സ് അല്ലെങ്കിൽ സ്ട്രാപ്പ് ഉപയോഗിച്ച് ലീവ്സിനെ എല്ലാം ഒരുമിച്ച് ഒറ്റ യൂണിറ്റ് ആക്കി നിർത്തുന്നു. അങ്ങനെ ലീവ്സിനെ എല്ലാം ഒരേ അലൈൻമെന്റിൽ നിലനിർത്താനും സഹായിക്കുന്നു. ഈ ലീവ്സിന്റെ എല്ലാം ഇടയിലായിട്ട് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സിന്തറ്റിക് റബ്ബർ ഇൻസുലേറ്റർ ഉപയോഗിച്ചാണ് അസംബ്ലി ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് സ്പ്രിങ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വിയറും നോയ്സും ഇല്ലാതെ ഫ്രീ ആയി മൂവ്മെന്റ് നടക്കാൻ വേണ്ടിയിട്ടാണ്
ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് കൊടുക്കുന്നത്. ലീഫ് സ്പ്രിങ്ങിന്റെ ഫ്രണ്ട് എൻഡ് ഹാങ്കർ അല്ലെങ്കിൽ ഫ്രണ്ട് ബ്രാക്കറ്റിലാണ് മൗണ്ട് ചെയ്യുന്നത്. ഇവിടെ ലീഫ് സ്പ്രിങ്ങിന്റെ ഫ്രണ്ട് എൻഡ് ബോൾട്ടും റബ്ബർ ബുഷും ഉപയോഗിച്ചാണ് ഹാങ്കറിൽ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലീഫ് സ്പ്രിങ്ങിന്റെ റിയർ എൻഡ് ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്യുന്നത് മൂവബിൾ ഹാങ്കർ ഉപയോഗിച്ചാണ്. ഈ മൂവബിൾ ഹാങ്കറിന് പറയുന്ന പേരാണ് ഷാക്കിൾ. ആക്സിലിന്റെ മേൽപോട്ടും താഴോട്ടുമുള്ള മൂവ്മെന്റ് കാരണം സ്പ്രിംഗ് ഐകൾക്കിടയിൽ ഉണ്ടാകുന്ന നീള വ്യത്യാസത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷാക്കിൾ ഉപയോഗിക്കുന്നത്. ലീഫ് സ്പ്രിങ് ആക്സിലിൽ യു ബോൾട്ട് ഉപയോഗിച്ചാണ് ഉറപ്പിച്ചിരിക്കുന്നത്. കാർബൺ സ്റ്റീല്, സിലിക്കോ മാംഗനീസ് സ്റ്റീല് എന്നിവ ഉപയോഗിച്ചാണ് ലീഫ് സ്പ്രിങ്ങുകൾ നിർമ്മിക്കുന്നത്. വീലുകൾ അനുഭവപ്പെടുന്ന റോഡ് ഷോക്കുകൾ ആക്സിൽ വഴി ലീഫ് സ്പ്രിങ്ങിലെത്തി ലീഫ് സ്പ്രിങ്ങിനെ മേളിലോട്ട് ചലിപ്പിക്കുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് ലീഫ് സ്പ്രിങ് ചലിച്ച് വീലിൽ ഉണ്ടാവുന്ന ആഘാതത്തെ അല്ലെങ്കിൽ ഇമ്പാക്റ്റിനെ ഇല്ലാതാക്കുന്നു. അടുത്തായിട്ട് പറയുന്നതാണ് ഹെൽപ്പർ സ്പ്രിങ്. താരതമ്യേന ഉയർന്ന ഭാരം വഹിക്കേണ്ടി വരുന്ന വലിയ വാഹനങ്ങളിൽ മെയിൻ ലീഫിന്റെ പ്രവർത്തനത്തെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണ് ഹെൽപ്പർ സ്പ്രിങ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റിന്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. വീലുകളിൽ അനുഭവപ്പെടുന്ന ഭാരം വർദ്ധിക്കുമ്പോൾ മെയിൻ ലീഫ് മുകളിലോട്ട് ചലിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് ഹെൽപ്പർ സ്പ്രിങ്ങിന്റെ എൻഡുകൾ ഫ്രെയിമിൽ ഉറപ്പിച്ചിട്ടുള്ള പ്രത്യേക ബ്രാക്കറ്റിൽ മുട്ടി ഹെൽപ്പർ സ്പ്രിങ് മുകളിലോട്ട് ചലിക്കുന്നു. ഇങ്ങനെ വീലിലുണ്ടാവുന്ന കൂടുതൽ ഇമ്പാക്റ്റ് ഹെൽപ്പർ സ്പ്രിങ്ങിന്റെ സഹായത്താൽ ഇല്ലാതാകുന്നു. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ടേപ്പർ ലൈറ്റ് ലീഫ് സ്പ്രിങ്. ഇംഗ്ലീഷ് സ്റ്റീൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ടേപ്പർ ലൈറ്റ് സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. അതായത് ഒരു കൺവെൻഷണൽ സ്പ്രിങ്ങിന്റെ 60% വെയിറ്റ് മാത്രമാണ് ടേപ്പർ ലൈറ്റ് സ്പ്രിങ്ങിനുള്ളത്. ഒരു സിംഗിൾ ടേപ്പർ ലൈറ്റ് ലീഫ് സ്പ്രിങ്ങിന്റെ കേസിൽ ഇന്റർ ലീഫ് ഫ്രിക്ഷൻ സംഭവിക്കുന്നില്ല. അതായത് ലീഫുകൾ തമ്മിലുള്ള ഫ്രിക്ഷൻ ഉണ്ടാവുന്നില്ല. എന്നാൽ ഹെവി വെഹിക്കിൾസിൽ ഒന്നിൽ കൂടുതൽ ടേപ്പർ ലൈറ്റ് ലീഫ് സ്പ്രിങ് ഉപയോഗിക്കുന്നു. എന്നാലും കൺവെൻഷണൽ സ്പ്രിങ്ങിന്റെ അത്ര നമ്പർ ഓഫ് ലീഫ് ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. കൂടുതൽ ടേപ്പർ ലൈറ്റ് ലീഫ് സ്പ്രിങ് ഉപയോഗിച്ചാലും ഇന്റർലീഫ് ഫ്രിക്ഷൻ കൺവെൻഷണൽ ലീഫ് സ്പ്രിങ്ങിനെ അപേക്ഷിച്ച് കുറവാണ്. അതുപോലെ തന്നെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കുറവാണ്. ഈ ടൈപ്പ് ലീഫ് സ്പ്രിങ് ലോങ്ങർ ലൈഫാണ്. ഇപ്പോൾ കുറച്ച് സ്പേസ് മാത്രമേ ഇതിന് ആവശ്യമായി വരുന്നുള്ളൂ. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് കോയിൽ സ്പ്രിങ്. ഇപ്പം കോയിൽ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ സ്പൈറൽ സ്റ്റീൽ റോഡാണ്. ഇപ്പം വീലിന്റെ വെർട്ടിക്കൽ മൂവ്മെന്റ് കാരണം കോയിൽ സ്പ്രിങ് സ്ട്രെച്ച് ചെയ്യുകയും കംപ്രസ് ചെയ്യുകയും ചെയ്യുന്നു. ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് സസ്പെൻഷൻ സിസ്റ്റങ്ങളിലാണ് കൂടുതലായും കോയിൽ സ്പ്രിങ്ങുകൾ ഉപയോഗിക്കുന്നത്. അപ്പം കോയിൽ സ്പ്രിങ്ങിനെ സിറ്റുവേറ്റ് ചെയ്യാൻ കുറച്ച് സ്ഥലം മാത്രമാണ് ആവശ്യമായി വരുന്നത്. ലീഫ് സ്പ്രിങ്ങിനെ അപേക്ഷിച്ച് കോയിൽ സ്പ്രിങ്ങുകൾ എനർജി അബ്സോർവ് ചെയ്യാനുള്ള കഴിവ് ഇരട്ടിയാണ്. പ്രവർത്തിക്കുമ്പോൾ ശബ്ദവും കുറവാണ്. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ടോർഷൻ ബാർ. ടോർഷൻ ബാർ എന്നത് രണ്ട് എൻഡിലും സ്പ്ലൈൻസ് ഉള്ള ഒരു സ്ട്രെയിറ്റ് സ്പ്രിംഗ് റോഡാണ്. ഇതിന് എനർജി സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് കോയിൽ സ്പ്രിങ്ങിനേതുപോലെ തന്നെ സെയിം ആണ്. അലോയ് സ്പ്രിംഗ് സ്റ്റീൽ കൊണ്ടാണ് ടോർഷൻ ബാറുകൾ നിർമ്മിക്കുന്നത്. ടോർഷൻ ബാറിന്റെ ഒരു എൻഡ് ഫ്രെയിമിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റേ എൻഡ് ലോവർ കൺട്രോൾ ആമിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വീല് ബമ്പുകളിലും മറ്റും കയറുമ്പോൾ വീൽ ഹബ്ബ് മുകളിലോട്ടും താഴോട്ടും ചലിക്കുന്നു. ഇങ്ങനെ ഒരു ടോർക്ക് ടോർഷൻ ബാറിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഈ ടോർക്കിനെ ടോർഷൻ ബാർ അബ്സോർവ് ചെയ്ത് ഇല്ലാതാക്കുന്നു.
ടോർഷൻ ബാറിന് ലീഫ് സ്പ്രിങ്ങിനേക്കാൾ എനർജി സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. ഫിറ്റ് ചെയ്യാനുള്ള സ്ഥലവും കുറച്ചു മതി. അടുത്തായിട്ട് നമുക്ക് ടോർഷൻ ബാറിൻ്റെ ഒരു വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് ടോർഷൻ ബാറ്. ഇതിൻ്റെ ഒരു എൻഡ് ഫ്രെയിമിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, മറ്റേ എൻഡ് കൺട്രോൾ ആമിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം വീലിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് കാരണം ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ടോർക്ക് അല്ലെങ്കിൽ ആ വൈബ്രേഷനെ ഈ ടോർഷൻ ബാർ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് റബ്ബർ സ്പ്രിങ്സ്. നോൺ മെറ്റാലിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള റബ്ബറിനും സ്പ്രിങ്ങിങ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ലിമിറ്റ് കഴിഞ്ഞുള്ള സസ്പെൻഷൻ മൂവ്മെന്റിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ ബമ്പ് സ്റ്റോപ്പ് എന്നും പറയാറുണ്ട്. റബ്ബർ സ്പ്രിങ്ങിന് ലൈറ്റ് വെഹിക്കിൾസിൽ സ്പ്രിങ്ങിങ് ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ ഒരു കുഷനിങ് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും. ബമ്പ് സ്റ്റോപ്പ് വെഹിക്കിൾസിൽ ഡിഫറൻറ്റ് പ്ലേസിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടി പല ഡിസൈനിലും നിർമ്മിക്കാറുണ്ട്. ആ ഡിസൈൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ചിലത് ഫ്രെയിമിൻ്റെയും ആക്സിലിൻ്റെയും ഇടയിലായിട്ടാണ് മൗണ്ട് ചെയ്യുന്നത്. അങ്ങനെ ഇമ്പാക്റ്റിനെ അബ്സോർവ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് സ്വേ ബാർ. ഇപ്പം വെഹിക്കിൾ ടേണിംഗ് സമയത്ത് വെഹിക്കിളിൽ അനുഭവപ്പെടുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ലോഞ്ചിറ്റ്യൂണൽ ആക്സിസ് കേന്ദ്രീകരിച്ച് വെഹിക്കിൾ പുറത്തേക്ക് തെറിക്കുവാനുള്ള ടെൻഡൻസിയാണ് റോളിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ ടെൻഡൻസി ഒഴിവാക്കാൻ വേണ്ടിയാണ് സ്വേ ബാർ ഉപയോഗിക്കുന്നത്. സ്വേ ബാറിന് സ്റ്റെബിലൈസർ ബാർ, ആൻറ്റി റോൾ ബാർ എന്നും പറയാറുണ്ട്. അപ്പം വെഹിക്കിളിന് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് കൊണ്ടാണ് ഇതിനെ സ്റ്റെബിലൈസർ ബാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെഹിക്കിളിന് റോളിങ്ങിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ആൻറ്റി റോൾ ബാർ എന്നും പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ലോവർ വിഷ്ബോൺ ആമിലാണ് ആൻറ്റി റോൾ ബാർ അല്ലെങ്കിൽ സ്വേ ബാർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ ലോവർ വിഷ്ബോൺ ആം നക്കിളുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഈ ബാറ് ബുഷ് ഉപയോഗിച്ച് ഫ്രെയിമിൽ കണക്ട് ചെയ്യുന്നു. ഇനി നമുക്കിതിൻ്റെ വർക്കിങ്ങിലേക്ക് കടക്കാം. ഇപ്പോൾ വീല് ബമ്പ് പാസ് ചെയ്യുമ്പോൾ ഈ സ്വേ ബാർ അല്ലെങ്കിൽ സ്റ്റെബിലൈസർ ബാർ ഒരു സ്പ്രിങ്ങിൻ്റെ ഫംഗ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഈ ബാറിനൊരു ട്വിസ്റ്റിംഗ് ഉണ്ടാവുന്നു. അതായത് ഈ സൈഡിലെ ലോവർ വിഷ്ബോൺ ആമിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് കാരണം സ്വേ ബാറിന് ഈ രീതിയിലൊരു ട്വിസ്റ്റിംഗ് ലഭിക്കുന്നു. അപ്പോൾ ഈ സൈഡ് റിജിഡ് ആയിട്ടുള്ളത് കൊണ്ട് ആ ട്വിസ്റ്റിനെതിരായി തിരിച്ച് ഈ ഒരു രീതിയിൽ ഒരു ട്വിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ ബാറിന് പഴയ പൊസിഷനിലെത്തിക്കാൻ സഹായിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു ബാർ വെഹിക്കിളിനെ സ്റ്റേബിൾ ചെയ്യാൻ സഹായിക്കുന്നത്. ടേണിംഗ് സമയത്ത് ഈ ബാർ ഒരു സ്പ്രിങ്ങിനെ പോലെ വർക്ക് ചെയ്യുന്നു. ഇത് റോളിംഗ് മോഷൻ റെസിസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നു. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ബാറ് അതിൻ്റെ ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്. ഇതൊരു സ്പ്രിങ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ എൻഡിൽ ഒരു ടേണിംഗ് മൂവ്മെൻറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ, അതായത് ഒരു ട്വിസ്റ്റ് കൊടുക്കുമ്പോൾ ഈ എൻഡ് റിജിഡ് ആയതുകൊണ്ട് ഇതിനെ പഴയ പൊസിഷനിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. ഈ ഒരു രീതിയിലാണ് ലോവർ ആമിൽ കൊടുത്തിട്ടുള്ള സ്വേ ബാർ വർക്ക് ചെയ്യുന്നത്. അതായത് ബമ്പ് അല്ലെങ്കിൽ ടേണിംഗ് സമയത്ത് ഈ ഒരു ബാർ വെഹിക്കിളിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ഡാമ്പേഴ്സ്. റോഡ് ഷോക്ക് മൂലമുണ്ടാകുന്ന എനർജി കാരണം സ്പ്രിങ് ഓസിലേറ്റ് ചെയ്യുന്നു. ഈ ഓസിലേഷൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ഡാമ്പേഴ്സ് ആണ്. അപ്പം ഡാമ്പേഴ്സ് 3 ടൈപ്സ് ആണുള്ളത്. ഒന്ന് ഷോക്ക് അബ്സോർബർ, കോയിൽ ഓവർ, സ്ട്രട്ട്.
അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ഷോക്ക് അബ്സോർബർ. ഒരു ടെലിസ്കോപ്പിക് ടൈപ്പ് ഷോക്ക് അബ്സോർബറിന്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമേ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിലോട്ട് കിടക്കാം. ഒരു ഷോക്ക് അബ്സോർബറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സിലിണ്ടറിൽ നിറച്ചിരിക്കുന്ന ഫ്ലൂയിഡിനെ ഒരു പിസ്റ്റൺ കൊണ്ട് പ്രഷറൈസ് ചെയ്ത് ചെറിയ ഹോളിൽ കൂടി കടത്തിവിടുക. അപ്പോൾ പിസ്റ്റന്റെ മോഷന് എതിരായി ഫ്ലൂയിഡ് ഒരു ബലം പ്രയോഗിക്കുന്നു. ഈ പ്രതിരോധമാണ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ് ഷോക്കിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഒരു ടെലിസ്കോപ്പിക് ടൈപ്പ് ഷോക്ക് അബ്സോർബറിന്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ട്വിൻ ട്യൂബ് ടൈപ്പ് ഷോക്ക് അബ്സോർബർ ആണ്. ഇതിൽ 2 വാൽവ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാൽവ് എ, വാൽവ് ബി. ഈ 2 വാൽവ്സും 2-വേ വാൽവ്സ് ആണ്. ഇപ്പം വാൽവ് എ എന്ന് പറയുന്നത് ജി എന്ന റോഡുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാൽവ് ബി എന്ന് പറയുന്നത് ഈ സിലിണ്ടർ സിയുടെ ലോവർ പോർഷനിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. വാൽവ് എയുടെ അടിഭാഗത്തായിട്ടും വാൽവ് ബിയുടെ അടിഭാഗത്തായിട്ടുമാണ് ഷോക്ക് അബ്സോർബർ ഫ്ലൂയിഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഗ്യാപ്പിൽ, അതായത് സിലിണ്ടർ സിയുടെയും ട്യൂബ് ഡിയുടെയും ഇടയിലായിട്ടുള്ള ഈ ഒരു ഗ്യാപ്പിലും ഷോക്ക് അബ്സോർബർ ഫ്ലൂയിഡ് സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന സ്പേസ്, അതായത് സിലിണ്ടർ സിയുടെയും ട്യൂബ് ഡിയുടെയും ഇടയിലായിട്ടുള്ള ഈ ഒരു സ്പേസ് വാൽവ് ബിയുടെ അടിഭാഗവുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ എച്ച് എന്നുള്ളത് ജെ എന്ന ഹെഡിൻ്റെ ഗ്ലാൻഡ് ആണ്. അപ്പം ഏതെങ്കിലും തരത്തിലുള്ള ലീക്കേജ് സംഭവിക്കുകയാണെങ്കിൽ ഈ റോഡിലൂടെ, ഈ കാണുന്ന ജി എന്ന റോഡിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ലീക്കേജ് സംഭവിക്കുകയാണെങ്കിൽ ഈ എച്ച് എന്നുള്ള ഗ്ലാൻഡ് ആ ലീക്കേജിനെ തടഞ്ഞ് ലീക്ക് ചെയ്യപ്പെട്ട ഫ്ലൂയിഡിനെ ഈ കാണുന്ന പാസേജിലൂടെ, ഈ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പാസേജിലൂടെ തിരിച്ച് ട്യൂബിലേക്ക് എത്തിക്കുന്നു. ഇവിടെ ഇ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആക്സിലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇതിനെ ആക്സിൽ ഐ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എഫ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് ചേസിസ് ഫ്രെയിമുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ചേസിസ് ഐ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഷോക്ക് അബ്സോർബറിൽ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 60% ട്രാൻസ്ഫോമർ ഓയിലും 40% ടർബൈൻ ഓയിലുമാണ്. അടുത്തായിട്ട് നമുക്ക് ടെലിസ്കോപ്പിക് ടൈപ്പ് ഷോക്ക് അബ്സോർബറിന്റെ വർക്കിങ്ങിലേക്ക് കടക്കാം. ഇവിടെ വെഹിക്കിൾ ബമ്പിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഷോക്ക് അബ്സോർബറിനുള്ളിലുള്ള പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുന്നു. ഇത് കാരണം ബി എന്ന ചേംബറിലെ ഫ്ലൂയിഡിന്റെ പ്രഷർ കൂടുന്നു. ഈ കാണുന്ന ബി എന്ന ചേംബറിലെ ഫ്ലൂയിഡിന്റെ പ്രഷർ കൂടുന്നു. അപ്പം ചേംബർ ബിയിലെ പ്രഷർ കൂടുന്ന സമയത്ത് വാൽവ് എ, ഇതാണ് വാൽവ് എ. ഇപ്പം വാൽവ് എയുടെ ഇൻടേക്ക് പോർട്ട് തുറന്ന് ഇവിടെ പ്രഷറൈസ് ചെയ്യപ്പെട്ട ഫ്ലൂയിഡ് ഇതുവഴി പാസ് ചെയ്ത് എ എന്ന ചേംബറിലേക്ക് എത്തുന്നു. എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ ഫ്ലൂയിഡ് എ എന്ന ചേംബറിലേക്ക് പാസ് ചെയ്യുന്നില്ല. കാരണം ചേംബർ എയിലെ വോളിയത്തിൻ്റെ കൂടുതൽ ഭാഗത്തും സിറ്റുവേറ്റ് ചെയ്യുന്നത് ഈ കാണുന്ന റോഡാണ്. ഈ കാണുന്ന പിസ്റ്റാണ് ഈ ചേംബർ എയിലെ കൂടുതലും സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഫ്ലൂയിഡ് മാത്രമാണ് ഈ ബിയിൽ നിന്നും എയിലേക്ക് പോകുന്നത്. അപ്പോൾ ബാക്കി ഫ്ലൂയിഡ് ബി എന്ന വാൽവിലൂടെ പാസ് ചെയ്ത് സി എന്ന സ്പേസിലേക്ക് എത്തുന്നു. ഈ കാണുന്ന സി എന്ന സ്പേസിലേക്ക് എത്തുന്നു. ഈ ഫിഗറിൽ ഈ കാണുന്ന സ്പേസിലേക്ക് എത്തുന്നു. ഇനി പിസ്റ്റൺ മുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ എ എന്ന ചേംബറിലെ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കൂടുന്നു. പിസ്റ്റൺ മുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ചേംബർ എയിലെ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കൂടുന്നു. അപ്പോൾ ഈ എക്സിറ്റ് വാൽവ്, ഈ കാണുന്നതാണ് എക്സിറ്റ് വാൽവ്. ഈ എക്സിറ്റ് വാൽവ് തുറന്ന് ഇവിടെ പ്രഷറൈസ് ചെയ്യപ്പെട്ട ഫ്ലൂയിഡിനെ ഇതുവഴി ചേംബർ ബിയിലേക്ക് എത്തിക്കുന്നു. ഈ കാണുന്ന സ്പേസിലേക്ക് എത്തിക്കുന്നു. എന്നാൽ എ എന്ന ചേംബറിൽ നിന്നും ബി എന്ന ചേംബറിലേക്ക് എത്തുന്ന ഫ്ലൂയിഡ് കൊണ്ട് ബി എന്ന ചേംബർ നിറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഫ്ലൂയിഡ് ലഭിക്കുന്നില്ല. അതിന് കാരണം
എ എന്ന ചേംബറിൽ സ്പേസ് കുറവായതുകൊണ്ട് കുറച്ച് ഫ്ലൂയിഡ് മാത്രമാണ് അവിടെ ഉണ്ടായിരിക്കുക. ആ കുറച്ച് ഫ്ലൂയിഡ് കൊണ്ട് ബി എന്ന ചേംബർ നിറയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ഈ സമയത്ത് പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ബി എന്ന ചേംബറിൽ ഒരു വാക്വം ജനറേറ്റ് ചെയ്യുന്നു. ഈ വാക്വം ജനറേറ്റ് ചെയ്യുന്നതിന് ഫലമായിട്ട് ബേസ് വാൽവ് അല്ലെങ്കിൽ ബി എന്ന വാൽവിൻ്റെ ഇൻടേക്ക് തുറന്ന്, ഇതാണ് ഇൻടേക്ക് തുറന്ന് സി എന്ന സ്പേസിലെ ഫ്ലൂയിഡ് ഇതുവഴി ബി എന്ന ചേംബറിലേക്ക് എത്തുന്നു. വാക്വം ജനറേറ്റ് ചെയ്യുമ്പോൾ ഇൻടേക്ക് വാൽവ് തുറന്ന് സി എന്ന ചേംബറിലെ അല്ലെങ്കിൽ സി എന്ന സ്പേസിലെ ഫ്ലൂയിഡ് ഇതുവഴി ബി എന്ന ചേംബറിലേക്ക് എത്തുന്നു. ഇങ്ങനെ വാൽവ് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴുമുള്ള ഫ്ലൂയിഡിൻ്റെ മോഷനാണ് ഷോക്കിനെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഈ ഷോക്ക് അബ്സോർബറിൽ മുഴുവനായിട്ടും ഫ്ലൂയിഡ് അല്ല, കുറച്ച് ഭാഗത്ത് എയർ ആണുള്ളത്. അപ്പം ഫ്ലൂയിഡ് വാൽവിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ടെർബുലൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ ടെർബുലൻസ് മൂലം ഈ എയറും ഫ്ലൂയിഡും തമ്മിൽ മിക്സിങ് നടക്കുന്നു. അപ്പോൾ ഇത് കാരണം ഷോക്ക് അബ്സോർബർ ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റിക്ക് വ്യത്യാസം വരുന്നു. അങ്ങനെ ഷോക്ക് അബ്സോർബറിൻ്റെ ഫംഗ്ഷനിങ് തന്നെ ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. ഈ ഒരു കണ്ടീഷനെയാണ് ഷോക്ക് അബ്സോർബർ ഫെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ചാർജ്ഡ് ഷോക്ക് അബ്സോർബേഴ്സാണ് മോഡേൺ വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്നത്. അപ്പം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രജൻ ഗ്യാസ് ആണ്. ഇപ്പോൾ ഡാംപറിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് കോയിൽ ഓവർ. കോയിൽ ഓവർ എന്ന് പറയുന്നത് ഒരു സസ്പെൻഷൻ ഡിവൈസ് ആണ്. അതിൽ കോയിൽ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ ഷോക്ക് അബ്സോർബർ സിറ്റുവേറ്റ് ചെയ്യുന്നു. രണ്ട് തരത്തിലുള്ള കോയിൽ ഓവേഴ്സ് ആണുള്ളത്. ഒന്ന് ഫുൾ കോയിൽ ഓവറും രണ്ട് സ്ലിപ്പ് ഓൺ കോയിൽ ഓവറും. ഇപ്പം ഫുൾ കോയിൽ ഓവർ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോയിൽ സ്പ്രിങ്, ഷോക്ക് അബ്സോർബർ എല്ലാം ഫിക്സ് ചെയ്ത് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ സ്ലിപ്പ് ഓൺ കോയിൽ ഓവറിൽ ഷോക്ക് അബ്സോർബർ, സ്പ്രിങ് എന്നിവ സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. പിന്നീട് അത് അസംബിൾ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കോയിൽ ഓവർ നമുക്ക് ഡബിൾ വിഷ്ബോൺ ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റത്തിലും മാക്പേഴ്സൺ സ്ട്രട്ട് ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റത്തിലും കാണാൻ സാധിക്കും. അടുത്തതായിട്ട് ഡാംപറിൻ്റെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് സ്ട്രട്ട്. അപ്പം സ്ട്രട്ട് എന്നത് വെഹിക്കിൾ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ ഒരു സ്ട്രക്ചറൽ പാർട്ടാണ്. ഇതിൻ്റെ മുകൾ ഭാഗം ചേസിസിലും താഴത്തെ എൻഡ് ലോവർ ആമിലുമാണ് കണക്ട് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ടൈപ്സ് ഓഫ് സസ്പെൻഷൻ സിസ്റ്റം. അപ്പം രണ്ട് തരത്തിലുള്ള സസ്പെൻഷൻ സിസ്റ്റമാണുള്ളത്. ഒന്ന് ഡിപ്പെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റവും ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റവും. അതിൽ ആദ്യത്തെ ടൈപ്പാണ് ഡിപ്പെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റം. അപ്പം ഡിപ്പെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റത്തിലെ ഫ്രണ്ട് രണ്ട് വീലുകൾ തമ്മിലും അതുപോലെ തന്നെ ബാക്ക് വീലുകൾ തമ്മിലും സോളിഡ് ആക്സിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഫിഗറിൽ യെല്ലോ ആരോയിൽ കാണിച്ചിരിക്കുന്നതാണ് സോളിഡ് ആക്സിൽ. അപ്പം ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് കാരണം ഏതെങ്കിലും ഒരു വീല് ബമ്പ് പാസ് ചെയ്യുമ്പോൾ ആ വീലിന് ഒരു അപ്വേർഡ് മൂവ്മെന്റ് സംഭവിക്കുന്നു. അതായത് ഡിപ്പെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റം ഉള്ള വെഹിക്കിള് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഉദാഹരണത്തിന് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ടയർ പമ്പിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ വീല് ചെറുതായിട്ട് ലിഫ്റ്റ് ആവുന്നു. അതായത് വീലിന് ഒരു അപ്വേർഡ് മൂവ്മെന്റ് സംഭവിക്കുന്നു. അങ്ങനെ ഈ യെല്ലോ ആരോ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന സോളിഡ് ആക്സിലിനും അപ്വേർഡ് മൂവ്മെന്റ് സംഭവിക്കുന്നു. അപ്പോൾ വീലിന്റെ അപ്വേർഡ് മൂവ്മെന്റ് കാരണം ജനറേറ്റ് ചെയ്യപ്പെട്ട ഫോഴ്സ് അതിന്റെ ഓപ്പോസിറ്റ് വീലായ റൈറ്റ് വീലിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. അങ്ങനെ റൈറ്റ് വീലിനും ചെറുതായിട്ട് അപ്വേർഡ് മൂവ്മെന്റ് സംഭവിക്കുന്നു. ഒരു ഡിപ്പെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റത്തിൽ ലീഫ് സ്പ്രിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. റോഡ് ബമ്പ് മൂലമുണ്ടാവുന്ന ഷോക്കിനെ ലീഫ് സ്പ്രിംഗ് അബ്സോർവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു ഡിപ്പെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റത്തിൽ വർക്കിംഗ് നടക്കുന്നത്. രണ്ടാമത്താണ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റം.
അപ്പം ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ സിസ്റ്റം കൂടുതലായും ഉപയോഗിക്കുന്നത് വാഹനത്തിന്റെ മുൻഭാഗത്താണ്. ഇവിടെ വീലുകൾ തമ്മിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് മൂവ്മെന്റ് നടക്കുന്നത്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വീല് ബമ്പിലൂടെ പാസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വീലിന് ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാവുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റമുള്ള വെഹിക്കിളിന്റെ ലെഫ്റ്റ് വീല് ഒരു ബമ്പിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ വീലിന് അപ്വേർഡ് മൂവ്മെന്റ് ലഭിക്കുന്നു. എന്നാൽ ഇൻഡിപെൻഡന്റ് സിസ്റ്റത്തിൽ വീലുകൾ തമ്മിൽ ഒരു കണക്ഷനും ഇല്ലാത്തതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് വീലിൽ ഉണ്ടാവുന്ന മൂവ്മെന്റ് അവിടെ തന്നെ നിയന്ത്രിക്കുന്നു. അതായത് റൈറ്റ് സൈഡിലേക്ക് ഒരു തരത്തിലുള്ള ഷോക്കും ട്രാൻസ്ഫർ ആവുന്നില്ല. ഇവിടെ വീൽ നക്കിളിന്റെയും മെയിൻ ഫ്രെയിമിന്റെയും ഇടയിൽ ഘടിപ്പിച്ചിട്ടുള്ള കംപ്രഷൻ ടൈപ്പ് സ്പ്രിങ്ങും ഡാമ്പറും റോഡ് ബമ്പ് മൂലം ഉണ്ടാവുന്ന ഷോക്കിനെ അബ്സോർവ് ചെയ്യുന്നു. ഇവിടെ ഷോക്കിനെ ഡയറക്റ്റ് ആയിട്ടും അബ്സോർവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പുഷ് റോഡ് വഴി അബ്സോർവ് ചെയ്യുന്നുണ്ട്. അതായത് നക്കിളിൽ നിന്നും ഡാമ്പറിലേക്ക് പുഷ് റോഡ് വഴിയാണ് ഷോക്കിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ ഡാമ്പറും സ്പ്രിങ്ങും ഈ ഷോക്കിനെ അബ്സോർവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ വർക്കിംഗ്. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ ടൈപ്സിനെ കുറിച്ചാണ് പറയുന്നത്. 5 ടൈപ്സ് ആണുള്ളത്. ഒന്ന് വിഷ്ബോൺ ടൈപ്പ് ഓർ പാരലൽ ലിങ്ക് ടൈപ്പ്, രണ്ടാമത്താണ് മക്ഫേഴ്സൺ സ്ട്രട്ട് ടൈപ്പ്, മൂന്നാമത്താണ് വെർട്ടിക്കൽ ഗൈഡ് സസ്പെൻഷൻ ടൈപ്പ്, നാലാമത്താണ് ട്രെയിലിംഗ് ലിങ്ക് ടൈപ്പ്, അഞ്ചാമത്താണ് സ്വിംഗിങ് ഹാഫ് ആക്സിൽ ടൈപ്പ്. അതിലാദ്യത്തെ ടൈപ്പാണ് വിഷ്ബോൺ ടൈപ്പ് ഓർ പാരലൽ ലിങ്ക് ടൈപ്പ്. ഒരു വിഷ്ബോൺ ടൈപ്പിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അപ്പർ കൺട്രോൾ ആം അല്ലെങ്കിൽ അപ്പർ വിഷ്ബോൺ ആം, ലോവർ കൺട്രോൾ ആം അല്ലെങ്കിൽ ലോവർ വിഷ്ബോൺ ആം, സ്റ്റിയറിംഗ് നക്കിള്, കോയിൽ സ്പ്രിങ്, ഡാമ്പർ എന്നിവയൊക്കെയാണ് ഒരു വിഷ്ബോൺ ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പം ഇന്നത്തെ മിക്ക വെഹിക്കിൾസിലും ഫ്രണ്ട് ആക്സിലിൽ ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അതിലൊരു ടൈപ്പാണ് വിഷ്ബോൺ ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റം. അപ്പം വിഷ്ബോൺ ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റത്തിലെ കോയിൽ സ്പ്രിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഒരു വിഷ്ബോൺ ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ അപ്പർ വിഷ്ബോൺ ആമും ലോവർ വിഷ്ബോൺ ആമും ഫ്രെയിം മെമ്പറിലാണ് പിവറ്റ് ചെയ്തിരിക്കുന്നത്. വിഷ്ബോൺ ആം വി ഷേപ്പ് അല്ലെങ്കിൽ എ ഷേപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കോയിൽ സ്പ്രിങ്ങിനെ ലോവർ വിഷ്ബോൺ ആമിന്റെയും അപ്പർ സൈഡ് ഫ്രെയിം ക്രോസ് മെമ്പറിന്റെയും ഇടയിലായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വെഹിക്കിളിന്റെ വെയിറ്റ് ഫ്രണ്ട് ആക്സിലെ ഫ്രെയിമിലാണ് ആദ്യം ആക്ട് ചെയ്യുന്നത്. അവിടെ നിന്നും കോയിൽ സ്പ്രിങ്ങിലേക്ക് വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് കോയിൽ സ്പ്രിങ്ങിൽ നിന്നും ലോവർ വിഷ്ബോൺ മെമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന കോയിൽ സ്പ്രിങ്ങിന്റെ ഉള്ളിലായിട്ട് ഒരു ഷോക്ക് അബ്സോർബർ കൊടുത്തിട്ടുണ്ട്. ലോവർ വിഷ്ബോൺ ആമിന്റെയും അപ്പർ സൈഡ് ഫ്രെയിം ക്രോസ് മെമ്പറിന്റെയും ഇടയിലായിട്ടാണ് ഷോക്ക് അബ്സോർബർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. വിഷ്ബോൺ ആമുകളുടെ വി ഷേപ്പ് വീലുകളെ കറക്റ്റ് പൊസിഷൻ ചെയ്യുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ വി ഷേപ്പ് കാരണം വെഹിക്കിളിന്റെ വെയിറ്റ് സ്പ്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും ആക്സിലറേഷൻ, ബ്രേക്കിംഗ്, കോർണറിംഗ് ഫോഴ്സുകളെ റെസിസ്റ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. വീൽ ട്രാക്ക് കോൺസ്റ്റന്റ് ആക്കുവാനും ടയർ വിയർ കുറയ്ക്കുന്നതിനും വേണ്ടി അപ്പർ ആം ലോവർ ആമുകളെക്കാൾ ചെറുതാക്കിയാണ് നിർമ്മിക്കുന്നത്. എന്നാൽ ഈ ഒരു അറേഞ്ച്മെന്റ് കാരണം വാഹനം സഞ്ചരിക്കുമ്പോൾ ക്യാംഫർ ആംഗിൾ ചെറുതായി ചേഞ്ച് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു സിസ്റ്റത്തിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് സ്പേസ് റിക്വയർമെന്റ് കൂടുതലാണ്, കോംപ്ലക്സ് കൺസ്ട്രക്ഷൻ ആണ്, കൂടുതൽ കമ്പോണൻസ് ഉള്ളതുകൊണ്ട് ഇതിന്റെ കോസ്റ്റും കൂടുതലാണ്. രണ്ടാമത്തെ ടൈപ്പാണ് മക്ഫേഴ്സൺ സ്ട്രട്ട് ടൈപ്പ്. അപ്പം ഈ ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റം വളരെ കോമൺ ആണ്. അതുപോലെ തന്നെ കൂടുതൽ ഉപയോഗിക്കുന്ന ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റവുമാണ്. ഈ സിസ്റ്റത്തിൽ ഒരു വിഷ്ബോൺ ആം മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് ലോവർ വിഷ്ബോൺ ആമാണ്.
ഇപ്പം വിഷ് ബോണിന്റെ ഒരു എൻഡ് ബോൾട്ടും റബ്ബർ ബുഷും ഉപയോഗിച്ച് ഫ്രെയിം മെമ്പറിൽ ഹിഞ്ച് ചെയ്തിരിക്കുന്നു. ഇത് കാരണം ഈ സസ്പെൻഷൻ സിസ്റ്റം ആക്സിലറേഷൻ, ബ്രേക്കിംഗ്, കോർണറിംഗ് ഫോഴ്സുകളെ റെസിസ്റ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. മറ്റേ എൻഡ് സ്റ്റബ് ആക്സിലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു മാക്ഫെർസൺ സ്ട്രട്ട് ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റത്തിലെ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് സ്ട്രട്ട്. ഈ സ്ട്രട്ടിനുള്ളിൽ 2 കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് ഡാമ്പർ അല്ലെങ്കിൽ ഷോക്ക് അബ്സോർബർ, രണ്ടാമത്തെയാണ് കോയിൽ സ്പ്രിങ്. ഈ സ്ട്രട്ടിനെ സ്റ്റബ് ആക്സിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗം ബോഡി മെമ്പറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിൽ വീലുകളുടെ ക്യാമ്പർ ആംഗിൾ ചേഞ്ച് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വീലുകളുടെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് കാരണവും ആക്സിലറേഷൻ, ബ്രേക്കിംഗ്, കോർണറിംഗ് എന്നിവ കാരണവും ഉണ്ടാകുന്ന എല്ലാ ലോഡുകളെയും ഈ സസ്പെൻഷൻ സിസ്റ്റത്തിലെ ഷോക്ക് അബ്സോർബർ ഐസൊലേറ്റ് ചെയ്യുന്നു. ഈ സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ അറേഞ്ച്മെന്റിന് കുറച്ച് സ്ഥലം മാത്രം മതി. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവ് കാറുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മാക്ഫെർസൺ സ്ട്രട്ട് ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റമാണ്. ഇന്ത്യയിൽ മാരുതി 800ലാണ് മാക്ഫെർസൺ സ്ട്രട്ട് ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ചില വാഹനങ്ങളിൽ ഈ സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ കൂടെ ആന്റി റോൾ ബാർ അല്ലെങ്കിൽ സ്റ്റെബിലൈസർ ബാറും ഉപയോഗിക്കുന്നുണ്ട്. ഈ ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റം ഉപയോഗിക്കുന്ന വെഹിക്കിൾസിൽ റൈഡിംഗ് കംഫർട്ട് കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് കൂടുതൽ ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു സെൽഫ് സ്റ്റെബിലൈസിങ് സ്റ്റിയറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മോശം റോഡ് കണ്ടീഷനിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴോ എല്ലാം വെഹിക്കിൾ സഞ്ചരിക്കുന്ന ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് വെർട്ടിക്കൽ ഗേറ്റ് സസ്പെൻഷൻ. അപ്പം ഇത്തരം സസ്പെൻഷനുകളിൽ കിങ് പിന്നുകൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ക്രോസ് മെമ്പറുമായി നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. വീലുകളുടെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് കാരണം കിങ് പിന്നിനും അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ലഭിക്കുന്നു. ഈ ഒരു മൂവ്മെന്റ് കാരണം കിങ് പിന്നിന് പുറംഭാഗത്തുള്ള കോയിൽ സ്പ്രിങ്ങുകളെ കംപ്രസ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ റോഡ് ഷോക്കിനെ ഇല്ലാതാക്കുന്നു. ഈ സിസ്റ്റത്തിൽ വീൽ ട്രാക്ക്, വീൽ ബേസ് എന്നിവയ്ക്ക് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഈ സിസ്റ്റത്തിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് സ്റ്റെബിലിറ്റി കുറവാണ്. ഈ ഒരു സിസ്റ്റത്തിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് ട്രെയിലിംഗ് ലിങ്ക് സസ്പെൻഷൻ സിസ്റ്റം. ഇപ്പോൾ ഒരു ട്രെയിലിംഗ് ലിങ്ക് സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഷോക്ക് അബ്സോർബർ ഉള്ള ഒരു ഹൊറിസോണ്ടൽ ടോർഷണൽ സ്പ്രിങ് ട്രെയിലിംഗ് ലിങ്കേജുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് വീൽ ഹബ്ബ് ക്യാരി ചെയ്യുന്ന ഷാഫ്റ്റുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ടോർഷൻ സ്പ്രിങ്ങിന്റെ മറ്റേ എൻഡ് ഫ്രെയിം സൈഡ് മെമ്പറുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി വീൽസിന് ഷോക്ക് മൂലം അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ലഭിക്കുമ്പോൾ വീൽസ് ടോർഷൻ സ്പ്രിങ്ങിനെ വൈൻഡ് ചെയ്യുകയും അൺവൈൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും വൈൻഡ് ചെയ്യുന്നതും അൺവൈൻഡ് ചെയ്യുന്നതും. അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ലഭിക്കുമ്പോൾ വൈൻഡ് ചെയ്യുകയും അൺവൈൻഡ് ചെയ്യുകയും ചെയ്യുന്നു. സ്പ്രിങ്ങിനെ വൈൻഡ് ചെയ്യുകയും അൺവൈൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങിങ് സമയത്ത് ഫ്രണ്ട് വീലും റിയർ വീലും തമ്മിലുള്ള ഡിസ്റ്റൻസ് വ്യത്യാസം വരുന്നു. അതുപോലെ തന്നെ ഈ സിസ്റ്റത്തിന് സ്പേസ് കൂടുതൽ ആവശ്യമായി വരുന്നു. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് സ്വിംഗിങ് ഹാഫ് ആക്സിൽ ടൈപ്പ്. അപ്പം ഈ സ്വിംഗിങ് ഹാഫ് ആക്സിൽ സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ സിസ്റ്റത്തിൽ 2 വീലും ഹാഫ് ആക്സിലുമായിട്ടാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്.
ഈ ഹാഫ് ആക്സിൽ ചേസിസ് മെമ്പറുമായിട്ട് പിവറ്റ് ചെയ്തിരിക്കുന്നു. ഷോക്ക് അബ്സോർബർ അടങ്ങിയ കോയിൽ സ്പ്രിങ് ഹാഫ് ആക്സിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു വീല് ബമ്പിലൂടെ പാസ് ചെയ്യുമ്പോൾ ആക്സിലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ വീലിന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ലഭിക്കുന്നു. ഈ മൂവ്മെന്റ് ഓപ്പോസിറ്റ് വീലിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. സിസ്റ്റത്തിന്റെ മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വീലിന്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് കാരണം ക്യാമ്പർ ആംഗിൾ വ്യത്യാസം വരുന്നു. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് എയർ സസ്പെൻഷൻ സിസ്റ്റം. ഓട്ടോമൊബൈലിൽ എയർ സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ പ്രാധാന്യം കൂടി വരികയാണ്. കാരണം കൺവെൻഷണൽ മെറ്റൽ സ്പ്രിങ്ങിനേക്കാൾ നല്ല അഡ്വാൻറ്റേജ് ആണ് എയർ സസ്പെൻഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നല്ലൊരു റൈഡിംഗ് കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ നോയ്സ് ഫ്രീ ആയിട്ടുള്ള ഫങ്ഷനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തതായിട്ട് എയർ സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പം എയർ സ്പ്രിങ്ങിന് 2 മൗണ്ടിങ് ആണുള്ളത്. ഒന്ന് സ്വിംഗ് ആമിലും 2 ഫ്രെയിമിലും. ഇപ്പം ഈ എയർ സ്പ്രിങ്ങിൽ 3 കണക്ഷൻ ലൈൻ കൊടുത്തിട്ടുണ്ട്. പ്രഷർ ലൈന്, റിട്ടേൺ ലൈന്, കൺട്രോൾ ലൈന്. ഈ പ്രഷർ ലൈനും റിട്ടേൺ ലൈനും കൺട്രോൾ വാൽവുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. കൺട്രോൾ ലൈൻ ലെവൽ വാൽവുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് അറേഞ്ച്മെന്റ് ഓഫ് എയർ സ്പ്രിങ്സ്. ഇവിടെ ഫ്രെയിമിൽ കണക്ട് ചെയ്തിട്ടുള്ള സ്വിംഗ് ആമിന്റെയും ഫ്രെയിമിന്റെയും ഇടയിലായിട്ടാണ് എയർ സ്പ്രിങ് മൗണ്ട് ചെയ്തിട്ടുള്ളത്. പിവറ്റ് പോയിന്റിന്റെ സഹായത്താലാണ് സ്വിംഗ് ആം, എയർ സ്പ്രിങ് എന്നിവ മൗണ്ട് ചെയ്തിരിക്കുന്നത്. വീലുകൾ ബമ്പിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഷോക്ക് ഉണ്ടാവുകയും അപ്പോൾ എയർ സ്പ്രിങ് കംപ്രസ് ആവുകയും അങ്ങനെ മാക്സിമം എമൗണ്ട് ഫോഴ്സിനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് എയർ സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ ലേഔട്ടാണ്. ഇവിടെ എൻജിൻ കംപ്രസറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. എൻജിൻ കംപ്രസറുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. കംപ്രസർ എയർ ടാങ്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. എയർ ടാങ്കിൽ ഒരു റിലീഫ് വാൽവ് കൊടുത്തിട്ടുണ്ട്. അപ്പം എയർ ടാങ്കിൽ നിന്നും ഒരു ലൈൻ കൺട്രോൾ വാൽവിലേക്ക് കണക്ട് ചെയ്യുന്നു. ഈ കൺട്രോൾ വാൽവിൽ നിന്നും 4 പ്രഷർ ലൈൻ 4 എയർ സ്പ്രിങ്ങിലേക്ക് കണക്ട് ചെയ്യുന്നു. ഈ മഞ്ഞ നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് പ്രഷർ ലൈൻ. അത് 4 എയർ സ്പ്രിങ്ങിലേക്കും കണക്ട് ചെയ്യുന്നു. എയർ സ്പ്രിങ്ങിൽ നിന്നും റിട്ടേൺ ലൈന് കൺട്രോൾ വാൽവിലേക്ക് കണക്ട് ചെയ്യുന്നു. പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്ന ലൈനാണ് റിട്ടേൺ ലൈൻ. അത് എയർ സ്പ്രിങ്ങിൽ നിന്നും 4 എയർ സ്പ്രിങ്ങിൽ നിന്നും കൺട്രോൾ വാൽവിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി ഈ ചുവന്ന നിറത്തിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് കൺട്രോൾ ലൈന്. ഈ കൺട്രോൾ ലൈൻ ലെവൽ വാൽവായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്നത് കൺട്രോൾ ലൈനാണ്. ഈ കൺട്രോൾ ലൈൻ ലെവൽ വാൽവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് വീലിന് വേണ്ടി ഒരു ലെവൽ വാൽവും റിയർ വീലിന് വേണ്ടി ഒരു ലെവൽ വാൽവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ പറയുന്നതാണ് എയർ സ്പ്രിങ്ങിന്റെ വർക്കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എൻജിൻ പവർ ഉപയോഗിച്ച് കംപ്രസർ വർക്ക് ചെയ്യുന്നു. ഇവിടെ അറ്റ്മോസ്ഫിയറിക് എയറിനെയാണ് കംപ്രസ് ചെയ്യുന്നത്. എന്നിട്ട് കംപ്രസ് ചെയ്യപ്പെട്ട എയറിനെ എയർ ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. കംപ്രസറിലെ റിലീഫ് വാൽവ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ടാങ്കിൽ നിന്നും കംപ്രസ് ചെയ്യപ്പെട്ട എയർ കൺട്രോൾ വാൽവിലേക്ക് പാസ് ചെയ്യുന്നു. അതാണ് ഇവിടെ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നത്. കൺട്രോൾ വാൽവിൽ നിന്നും പ്രഷർ ലൈനിന്റെ സഹായത്താൽ 4 എയർ സ്പ്രിങ്ങിലേക്കും കംപ്രസ് ചെയ്യപ്പെട്ട എയർ സപ്ലൈ ചെയ്യുന്നു. അത് ഇവിടെ നീല നിറത്തിലാണ് കാണിച്ചിരിക്കുന്നത്. 4 എയർ സ്പ്രിങ്ങിലേക്കും പ്രഷർ ലൈനിന്റെ സഹായത്താലാണ് കംപ്രസ് ചെയ്യപ്പെട്ട എയർ പാസ് ചെയ്യുന്നത്.
എയർ സ്പ്രിങ്ങിന്റെ എയർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെവൽ വാൽവ് കൊടുത്തിരിക്കുന്നത്. ഇനി എപ്പോഴാണോ വീലുകളിൽ ഷോക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ആ വീലിൽ കണക്ട് ചെയ്തിരിക്കുന്ന എയർ സ്പ്രിങ്ങിന്റെ ഉള്ളിൽ എയർ കംപ്രസ് ആവുന്നു. അങ്ങനെ അതിലെ പ്രഷർ കൂടുന്നു. അപ്പോൾ റിട്ടേൺ ലൈൻ വഴി കൺട്രോൾ വാൽവിലേക്ക് പ്രഷറൈസ്ഡ് എയർ പാസ് ചെയ്യുന്നു. അതാണ് നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നത്. റിട്ടേൺ ലൈൻ വഴി കംപ്രസ്ഡ് എയർ കൺട്രോൾ വാൽവിലേക്ക് പാസ് ചെയ്യുന്നു. ഈ കാണുന്ന ലൈനാണ്. അങ്ങനെ കൺട്രോൾ വാൽവിലൂടെ എയറിനെ അറ്റ്മോസ്ഫിയറിലേക്ക് പാസ് ചെയ്യുന്നു. അങ്ങനെയാണ് എയർ സ്പ്രിങ് കംപ്രസ് ആവുന്നത്. ഇനി എയർ സ്പ്രിങ് കംപ്രസ് ആവുമ്പോൾ ഷോക്കിനെ അബ്സോർബ് ചെയ്യുന്നു. ഇനി എപ്പോഴാണോ എയർ സ്പ്രിങ്ങിന്റെ കംപ്രഷൻ കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ കൺട്രോൾ വാൽവ് പെട്ടെന്ന് തന്നെ പ്രഷർ ലൈൻ ഉപയോഗിച്ച് എയർ ടാങ്കിൽ നിന്നും കംപ്രസ്ഡ് എയർ സ്പ്രിങ്ങിലേക്ക് പാസ് ചെയ്യുന്നു. അങ്ങനെ എയർ സ്പ്രിങ് ഒറിജിനൽ ഷേപ്പിലേക്ക് ആവുന്നു.